സാമ്പത്തിക വിരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിയിൽ രൂക്ഷ വിമർശനവുമായി നയപ്രഖ്യാപന പ്രസംഗം. എന്നാൽ മറ്റു വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം മയപ്പെടുത്തിയാണ് നയപ്രഖ്യാപനം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. സംസ്ഥാന സർക്കാർ പല വെല്ലുവിളികൾ അതിജീവിച്ചാണ് അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഇതുമൂലമാണ് സംസ്ഥാനത്ത് പണഞ്ഞെരുക്കമുണ്ടായത് എന്നായിരുന്നു വിമർശനം. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനമുണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. ഇത് കാലക്രമേണ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ ഗ്രാന്റിൽ വന്ന കുറവും സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്നും വിമർശനം. സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണവും നയപ്രഖ്യാപനത്തിൽ വിമർശന വിധേയമായി. NCERT പാഠപുസ്തക പരിഷ്കരണവും നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മറ്റു വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം മയപ്പെടുത്തി. വംശഹത്യയെ അപലപിക്കുന്നു എന്ന പരാമർശമുണ്ടെങ്കിലും മണിപ്പൂരിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനത്തിന് മൂർച്ച പോരെന്ന ആരോപണം ഇതിനോടകം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കേരളീയവും നവകേരളവും ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികളും പദ്ധതികളും പരാമർശിച്ചു. സർക്കാർ വികസന പാതയിലാണെന്ന് സൂചിപ്പിച്ചായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. 24 തിരുവനന്തപുരം.